പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിളിച്ചപേക്ഷ നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഈ നല്ല പ്രഭാതത്തിൽ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയാൻ പരിശുദ്ധ ദേവമാതാവിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ നന്ദി പറയുന്ന, യേശു നന്ദി പറയുന്ന, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 33 അധ്യായം 18 തിരുവാക്യം. ഇതാ കർത്താവിനെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. നമ്മൾ കർത്താവിനെ ഭയപ്പെടണം. കർത്താവിനെ ഭയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തിരുവചനം അനുസരിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവർ തീർച്ചയായും കർത്താവിൻ്റെ വചനം അനുസരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയുമാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. ദൈവം കാരുണ്യവാനാണ്. അവിടുന്ന് ഒരിക്കലും നമ്മളെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവൻ നമുക്ക് വേണ്ടി കുരിശു തൂങ്ങി മരിച്ചു. അവൻ നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തു. അവിടുന്ന് നമ്മുടെ പാപപരിഹാര ബലിയാണ് അർപ്പിച്ചത്. അവിടുന്ന് നമ്മോട് കാരുണ്യം കാണിക്കും. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ആ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കണം. ആ ദൈവത്തിൽ ആശ്രയിക്കണം. അവിടുന്ന് നമ്മുടെ പാറയും കോട്ടയുമാണ്. ആ ദൈവത്തിൽ ശരണപ്പെടണം. അവിടുന്ന് നമ്മളെ കടാക്ഷിക്കും. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം. ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവെ, കരുണയായിരിക്കണം ഈശോയെ. ഇന്ന് ഈ വചനം ശ്രമിച്ച എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ, തിരുരക്തപ്പൊതി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെ മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഈശോയെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അഗ്നിയായി, അഭിഷേകമായി, സൗഖ്യമായി, വിടുതലായി ഇപ്പോൾ ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ നന്ദി പറയുന്നു, യേശു നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അമ്മയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ.